മുഴുവനായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മളൊരു താറാമുട്ട വാങ്ങിച്ച് അതിനകത്തിൽ അരിഞ്ഞോ അല്ലെങ്കിൽ അരച്ചോ ഇത് കുറച്ച് ഒരു പിടി ഇങ്ങനെ പറിച്ചുകൊണ്ട് വന്ന് ഇതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മുക്കുറ്റി ഇതെല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. മുക്കുറ്റി നമ്മുടെ പുരയിടങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ഈ ഒരു ചെടി കാണാനായിട്ട് സാധിക്കും. ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ് മുക്കുറ്റി. ഞാൻ ഇതിന് മുന്നേയും എൻ്റെ ചാനലിൽ ഞാൻ ഇതിനെപ്പറ്റിയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം, ഒന്ന് കേട്ട് നോക്കാം. അപ്പം ഈ മുക്കുറ്റി നമ്മളിത് സമൂലം ഇത് മുഴുവനായിട്ട് ഇങ്ങനെ മുക്കുറ്റി ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിൻ്റെ വേരും ഇലയും തണ്ടും പൂവെല്ലാം ഇത് മുഴുവനായിട്ട് നമ്മളൊരു പാത്രത്തിലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ പേഷ്യൻസിന് ഒത്തിരി ആശ്വാസം കിട്ടുന്നതാണ് മുക്കുറ്റി. മുക്കുറ്റി നമ്മളെ വീടുകളിലുണ്ട്, അതൊന്നും വെറുതെ ആരും ഇനിയും പറിച്ച് കളയരുത്. അതുപോലെ തന്നെ നമുക്കൊക്കെ മൂലക്കുരുവുണ്ട്. എല്ലാവർക്കും വെളിയിലൊക്കെ പറയാനായിട്ട് ഭയങ്കര നാണക്കേടുള്ളൊരു കാര്യമാണ് മൂലക്കുരു അഥവാ അരിസസ് എന്നൊക്കെ പറയും, പൈൽസ് അങ്ങനെയൊക്കെ പറയാം അതിന്. അപ്പം നമ്മൾ പൈൽസ് ഉണ്ടെന്നൊരു നമുക്ക് ബാത്റൂമിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മോശം പോകാനായിട്ടൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര വേദനയാണ്. എനിക്കത് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം നമ്മൾ സാധാരണ താറാമുട്ട ഒക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അപ്പം നാണക്കേട് കാരണം ചിലരൊന്നും അത് പുറത്ത് പറയാറുമില്ല, അല്ലെ ഹോസ്പിറ്റലിൽ പോകട്ടെ മെഡിസിൻ കഴിക്കട്ടെ അങ്ങനെയൊന്നും ചെയ്യത്തുമില്ല. അതൊരു ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ലാട്രിനിൽ ചെന്നിരിക്കുമ്പോൾ നമ്മളത് ഇങ്ങനെ മുക്കി ബ്ലഡ് വരെ ചിലർക്ക് വരാറുണ്ട്. അത് ഓപ്പറേഷൻ ചെയ്യാറുണ്ട്. ഓപ്പറേഷൻ ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ ഈ മുക്കുറ്റി മുഴുവനായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മളൊരു താറാമുട്ട വാങ്ങിച്ച് അതിനകത്തിൽ അരിഞ്ഞോ അല്ലെങ്കിൽ അരച്ചോ ഇത് കുറച്ച് ഒരു പിടി ഇങ്ങനെ പറിച്ചുകൊണ്ട് വന്ന് ഇതിൻ്റെ ഇലകൾ വിത്തല് മുട്ടയ്ക്കകത്തിട്ട് നമുക്ക് ഇളക്കി നമുക്ക് ഓംലേറ്റ് പോലെ ഉണ്ടാക്കി കഴിക്കാം. കഴിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത്. ഇത് ഷുഗർ പേഷ്യൻറ്റുകാർക്കും കൊളസ്ട്രോൾ BP ഉള്ളവർക്കൊക്കെ ഇത് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഈ പ്രസവം കഴിഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്ക് ചിലർക്കൊക്കെ ഈ രക്തസ്രാവം അമിതമായിട്ടുണ്ടാകും, ഇല്ലേ? അമിതമായിട്ടുണ്ടാകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകും. അപ്പം ഇതിൻ്റെ ഈ മുക്കുറ്റിയുടെ ലേഹ്യം നമുക്കുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാലും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ മുക്കുറ്റി എടുത്തുകൊണ്ട് വന്ന് ഇതിൻ്റെ എല്ലാം വേരും എല്ലാം സമൂലം ഇതെടുത്തിട്ട് നന്നായി നമ്മൾ പേസ്റ്റ് ചെയ്ത് ഇത് പേസ്റ്റ് പോലെ ഇതാക്കണം. പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം തേങ്ങാപ്പാൽ, ശർക്കര, അതുപോലെ തന്നെ നെയ്യ്, ഏലക്കായ ഇതെല്ലാം കൂടെ ആദ്യം പാല് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക. അതിനകത്തിലേക്ക് ശർക്കര ഇട്ട് നന്നായിട്ട് ഇളക്കി അതൊരു കുറുകുന്ന ഒരു പരുവമാകണം. ഒരു നൂല് പോലത്തെ ഇങ്ങനെ പരുവമാകത്തില്ലേ, ആകുന്നുണ്ട് നെയ്യും ഏലക്കായും അതുപോലെ തന്നെ ഈ കൂട്ടാക്കി വെച്ചിരിക്കുന്ന സാധനം അതിനകത്തിലേക്ക് നല്ലതായിട്ടിട്ട് ഇളക്കി എടുത്ത് ലേഹ്യം പോലെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ നല്ല റിസൾട്ടാണ്. രക്തസ്രാവം അധികമായിട്ടുണ്ടാകുന്ന സ്ത്രീകൾക്ക് ഇതിൻ്റെ ലേഹ്യം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ വളരെ റിസൾട്ടാണ് കിട്ടുന്നത്. നമ്മളെ ഈ മൂലക്കുരുവൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര പേടിയാണ് ഹോസ്പിറ്റലിലൊക്കെ പോകാനും, നാണക്കേടാണ് മറ്റുള്ളവരോട് പറയാനും ഒക്കെ, ഇല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരാഴ്ച ഒന്ന് കഴിച്ച് നോക്കുക. റിസൾട്ട് 100% അല്ല 101% റിസൾട്ട് ഉറപ്പാണ്. അപ്പം പിന്നെ ഷുഗർ പേഷ്യൻ്റ് ഉള്ളവരും ഈ മുക്കുറ്റിയുടെ ഇത് മുഴുവനായിട്ട് കൊണ്ടുവന്ന് നല്ലവണ്ണം ഒന്ന് കഴുകി, നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുന്നതല്ലേ, അപ്പോൾ ഇതിനകത്തിൽ ഓരോന്നൊക്കെ കാണും, ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് കഴുകി ഇതുപോലെ വെള്ളത്തിലിട്ട് നല്ലവണ്ണം വെട്ടി തിളപ്പിച്ചാൽ നിങ്ങൾ ഇതിൻ്റെ വെള്ളം കുടിച്ചാൽ ഷുഗറുകാർക്ക് ഒരുപാട് ആശ്വാസം കിട്ടുന്നതാണ്. പല വീഡിയോയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് തെളിയിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എനിക്ക് പൈൽസ് ഉള്ളതാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് താറാമുട്ട കഴിക്കാറുണ്ട്. അത് കുറച്ചിങ്ങനെ കഴിക്കാതിരിക്കുമ്പം മോഷനൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് വേദന എടുക്കുമ്പോൾ ഞാൻ താറാമുട്ട വാങ്ങിച്ചിട്ട് ഈ ഇലകളെല്ലാം കൂടെ ഇങ്ങനെ പറിച്ച് ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതല്ലാതെ തന്നെ നല്ലതാണ്. ഇത് തന്നെ ഇങ്ങനെ പറിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ തന്നെ ഇതിനകത്ത് ഒരു വിഷവുമില്ല. ഇത് നല്ലവണ്ണം കഴുകി ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പച്ചയ്ക്ക് രാവിലെ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ ഷുഗർ പേഷ്യൻ്റൊക്കെ ഉള്ളത് ഇത് പച്ചയ്ക്ക് തന്നെ തിന്നാനായിട്ട് നല്ല പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. ഒരു വല്ലാത്തൊരു
ഇതാണ്. ഇത് നമ്മൾ ടേസ്റ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ടേസ്റ്റ് നോക്കിയാൽ നമുക്ക് അസുഖമൊന്നും കുറയത്തില്ല. അതുപോലെ ഇതിന് ഒരുപാട് 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 ഉപയോഗങ്ങൾ ഈ മുക്കുറ്റിക്കുണ്ട്. ചില നാട്ടിലൊക്കെ ഇതിന് മുക്കുറ്റി എന്നല്ല വേറെന്തോ പേരാണ് ഇതിന് പറയുന്നത്. എൻ്റെ നാട്ടിൽ മുക്കുറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എവിടെ കണ്ടാലും നിങ്ങൾ പറിച്ച് കളയരുത് വീട്ടിൽ. ഇത് ഇച്ചിരും കൂടെ വളരും. ഇതിൻ്റെ പൂവും തണ്ടും എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഇത് പൂവാണ് ഇത് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേരും പച്ചമരുന്നിൽ ഇത് ഉപയോഗിക്കുന്ന ഒന്നാണ്. ആയുർവേദത്തിലെ ഏറ്റവും നല്ലൊരു ഔഷധ സസ്യമാണ് ഈ മുക്കുറ്റി എന്ന് പറയുന്നത്. എല്ലാവരുടെയും വീടുകളിലൊക്കെ സുലഭമായിട്ടുണ്ട്. അപ്പം ബിപി ഉള്ളവരും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് ഇത് ഒരുപാട് നല്ലതാണ്. നമ്മൾ വെള്ളം തിളപ്പിക്കുമല്ലോ. വെള്ളം തിളപ്പിക്കുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ മുഴുവനായിട്ടിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇലയിട്ടോ തണ്ടിട്ടോ വേരിട്ടോ എങ്ങനെ വേണമെന്ന് വരില്ല നമുക്കിത് തിളപ്പിച്ച് കുടിക്കാം. അതുപോലെ തന്നെ രക്തസ്രാവം, ഈ പ്രസവം കഴിഞ്ഞിട്ട് ചില സ്ത്രീകൾക്ക് രക്തം പിന്നെയും ഇങ്ങനെ രക്തം വന്നുകൊണ്ടിരിക്കുമല്ലോ, അവർക്ക് പ്രസവ രക്ഷയ്ക്ക് ഏറ്റവും നല്ല ഒരു ലേഹ്യമാണ് മുക്കുറ്റി ലേഹ്യം. മുക്കുറ്റി ലേഹ്യം വളരെ നല്ല ഔഷധ ഗുണമുള്ള ഒന്നാണ്. പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് രക്തസ്രാവം ഇങ്ങനെ അമിതമായിട്ടുണ്ടാകുമ്പോൾ അവരെ ഇതിൻ്റെ ലേഹ്യം ഉണ്ടാക്കി കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ്. പിന്നെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് അധികം വെള്ളം ഒന്നും നോർമൽ ഡെലിവറി ആണെങ്കിലാണ് ഞാൻ പറയുന്നത്, അധികം വെള്ളമൊന്നും കുടിക്കാൻ ആ സമയത്ത് പാടില്ല. കാരണം വയറൊക്കെ ഒത്തിരി വീർക്കുന്ന കാരണം കുറച്ച് വെള്ളമായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം കൊടുക്കുന്നതിനകത്തായാലും ഇതിട്ട് തിളപ്പിച്ചിട്ട് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ രക്തസ്രാവത്തിനൊക്കെ ഒരുപാട് ശമനമുണ്ടാവും. ഇതിൻ്റെ ലേഹ്യമാണ് മെയിനായിട്ടും. ഇതിൻ്റെ ലേഹ്യമാണ് പ്രസവിച്ചടക്കുന്ന സ്ത്രീകളിൽ അമിത രക്തസ്രാവം ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ലേഹ്യം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോഴേ ഈ മുക്കുറ്റി ഇനി ആരും പറിച്ചു കളയരുത്. എല്ലാവരുടെയും വീടുകളിൽ സുലഭമായിട്ട് കാണുന്ന ഒന്നാണ്. എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. നേരത്തെ ഇത് എന്തുവാണെന്നോ അല്ലെ നേരത്തെ പറമ്പിൽ കിളിച്ചു വരുന്ന വെറും ഒരു പുല്ല് അങ്ങനെയാണ് ഞാൻ ഇതിനെ കണ്ടിരുന്നത്. അതിനുശേഷമാണ് ഇതേപ്പറ്റി അറിയാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി. ഒരുപാട് 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 ഔഷധ ഗുണമുള്ള ഒന്നാണ് മുക്കുറ്റിയെ. എനിക്കിപ്പോൾ പൈൽസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് മുട്ടയ്ക്കകത്തിൽ അരച്ച്, ഞാൻ പച്ചയ്ക്ക് കഴിച്ചിട്ടില്ല, ഇപ്പോഴാണ് ഈ പച്ചയ്ക്ക് തിന്നുന്നത്. ഇത് മുട്ടയ്ക്കകത്തിൽ ഇതിൻ്റെ ഇതെല്ലാം കൂടി ഞാൻ പേസ്റ്റ് ചെയ്യും. പേസ്റ്റ് ചെയ്തിട്ട് താറാമുട്ട വാങ്ങിച്ചിട്ട് അതിനകത്തിട്ട് ഇളക്കി ഞാൻ പിന്നെ ഇത് ഓംലേറ്റ് പോലെ ഉണ്ടാക്കി കഴിക്കും. അല്ലെങ്കിൽ താറാമുട്ട തന്നെയായാലും താറാമുട്ട നമ്മൾ ഉപ്പിനകത്തിട്ട് പുഴുങ്ങി ഒരു 12 മണിക്കൂർ വെച്ചേക്കുക. അതിനുശേഷം അത് കഴിക്കുക. രാവിലെയും ഒന്ന് കഴിക്കുക. അപ്പോൾ രാവിലെ തലേ ദിവസം വൈകിട്ട് പുഴുങ്ങി വെച്ചേക്കണം. പിറ്റേ ദിവസം രാവിലെ പുഴുങ്ങി വെച്ചിട്ട് അത് വൈകിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ BP ഉള്ള പേഷ്യൻസിനൊക്കെ ആണെന്ന് വരില്ല. ഇപ്പം മുട്ടയ്ക്കകത്തിട്ട് കഴിഞ്ഞാൽ അതിനകത്തിലും അതിൻ്റെ ഒരു ഇതുള്ളത് കാരണം മുട്ടയ്ക്കകത്ത് BP ഉള്ള പേഷ്യൻറ്റിന് അങ്ങനെ ഉപ്പിട്ട് വെക്കണ്ട. നമ്മൾ ഈ മുക്കുറ്റി ഇട്ടിട്ട് ഓംലേറ്റായിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പം ഈ മുക്കുറ്റി ആരും ഇനി നിസ്സാരക്കാരനായി കരുതരുത്. നമ്മുടെ പറമ്പിലൊക്കെ ഉള്ളപ്പോൾ നമ്മളൊക്കെ ഇത് പറിച്ച് കളയും. എൻ്റെ പറമ്പിലൊക്കെ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ അത് പറമ്പെല്ലാം വൃത്തിയാക്കിയപ്പം പറിച്ചൊക്കെ കളഞ്ഞു. പിന്നെ ഞാനിത് കുറേ നോക്കി കഴിഞ്ഞപ്പോൾ ഒരിടത്ത് ഞാൻ നിപ്പുണ്ടായിരുന്നു. 2 ഉണ്ട്. ഇനിയുണ്ട് 2 അല്ല ഒരുപാടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഇത് വെച്ചിട്ട് നല്ലതായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഞാൻ കുടിക്കും. എനിക്ക് ഷുഗറൊന്നുമില്ല. ദൈവത്തിൻ്റെ കൃപയാൽ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഷുഗറും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം പൈൽസ് എനിക്കുണ്ട്. പിന്നെ രക്തസ്രാവം അതൊക്കെയുള്ള സ്ത്രീകളെ, ചെറുപ്പക്കാരികളായ പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് ഏറ്റവും നല്ല ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. അതുപോലെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.